ജയകുമാർ IAS റിട്ടയർഡ് അല്ല, സാക്ഷാൽ അയ്യപ്പൻ ഇറങ്ങി വന്നാൽ പോലും ശബരിമല രക്ഷപ്പെടുന്ന പ്രശ്നമില്ല എന്നാണ് ജയകുമാർ IAS വന്നതിന് ശേഷവും കാണുന്ന വിഷയങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് കോടതി വീണ്ടും പറഞ്ഞിരിക്കുന്നു അവിടുത്തെ നെയ്യഭിഷേക ശിഷ്ടമായിട്ടുള്ള നെയ്യ് കൈമാറ്റം ചെയ്യുന്നതിലും കൊടുക്കുന്നതിലും ലക്ഷങ്ങളുടെ അഴിമതി സസ്പെൻഡ് ചെയ്തേ ഉള്ളതെന്ന്. ഇത് ഇനിയെങ്കിലും ഡിസ്മിസ് ചെയ്യേണ്ടെന്നേ. ഇത് സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ഡിസ്മിസ് ചെയ്യണമെന്നേ. അടിയന്തരമായി കേരള ഹൈന്ദവ സമൂഹവും ഹൈക്കോടതിയും SIT ഒക്കെ ആവശ്യപ്പെടേണ്ടത് ഇന്നിരിക്കുന്ന മുഴുവൻ സ്റ്റാഫിനെയും, അത് പിന്നെ പിയൂണ് തൊട്ട് മുകളിലോട്ടിരിക്കുന്ന മുഴുവൻ സ്റ്റാഫിനെയും അയ്യപ്പൻ ശബരിമലയിൽ നിന്ന് അവരിൽ കൃത്യമായി അവരുടെ കാര്യങ്ങൾ അവരുടെ അന്വേഷണം കൊണ്ട് അവരെ കുറ്റപ്പെടുത്തില്ല, അവരെല്ലാം മാറ്റി ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർ മറ്റമ്പലങ്ങളിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുഴപ്പം മറ്റിടത്ത് കാണിക്കുന്നില്ല. ഒരു ട്രാൻസ്ഫർ കിട്ടുമ്പോൾ അത്രയെങ്കിലും ഒരു ശിക്ഷ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഒരു മര്യാദ വരും. അതാണല്ലോ ട്രാൻസ്ഫർ വെച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ ഒരു ശിക്ഷയും കൂടെയാണല്ലോ, മര്യാദയ്ക്ക് കൊണ്ടുവരാനാണല്ലോ. എല്ലാവരെയും മാറ്റേണ്ട സമയം കഴിഞ്ഞു. വളരെ ഗൗരവതരമായ രീതിയിലാണ് അവിടെ അയ്യപ്പൻ്റെ അവിടെ നെയ്യ് മോഷണം നടന്നിരിക്കുന്നത്. ശർക്കരയിൽ മോഷണം, നെയ്യൽ മോഷണം, എല്ലാം മോഷണമാണ്. എന്നാൽ ജയകുമാർ IAS വന്നപ്പോഴെങ്കിലും ഈ മോഷണം ഒന്ന് തീരണ്ടേ? അദ്ദേഹത്തിനെയും കണ്ണ് വെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വളരെ രൂക്ഷമായ തോതിലാണ് ഇത്, ചിലപ്പോൾ ഇത് നേരത്തെ നടന്നു വരുന്നതായിരിക്കും, പഴയ കഥകളായിരിക്കും, പക്ഷെ ഇപ്പൊ വീണ്ടും സസ്പെൻഷനിലേക്ക് വരുന്നു. ഇതൊരു വിഷയം, വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. രണ്ടാമതൊരു വിഷയം, ജയകുമാർ IAS അവരുടെ ഒരു പ്രസ്താവന വന്നിരുന്നു, സ്പോൺസർമാരെ നിയന്ത്രിക്കും. ദയവായി സ്പോൺസർമാരെ നിയന്ത്രിക്കുകയല്ല ചെയ്യേണ്ടത്, സ്പോൺസർമാരുടെ പണം അവർ സ്പോൺസർ ചെയ്യുന്ന ദക്ഷിണ തരുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ഓൺലൈനിലൂടെ സ്പോൺസർമാർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം ഓൺലൈനിലൂടെ പണം വാങ്ങുകയും അതിന് CSR ഫണ്ടും ഓൺലൈൻ പൈസയും, അതായത് ഇങ്ങനെ ആളുകൾക്ക് സ്പോൺസർ ചെയ്യുന്നുള്ളവർക്ക് അവരുടെ സ്പോൺസറിങ് പണവും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എന്താണ് നമ്മുടെ പിന്നെ പണം കൊടുക്കേണ്ടവർ പണവും CSR പൈസയും ഇതെല്ലാം കൂടി കളക്ട് ചെയ്യുന്നുള്ളൊരു CSR ഫണ്ട് സ്പോൺസറിങ് ഡിവിഷൻ അവിടെ ശബരിമല തുറക്കുകയും ആ സീസണിൽ അവർ അവിടെ അതുവഴി പണവും മറ്റ് സംവിധാനം കൊടുക്കുകയും കൈൻഡ് ആയാലും ക്യാഷ് ആയാലും അത് താഴെ എത്തിക്കുകയും പിന്നെ ബാക്കി മുകളിലോട്ട് കൊണ്ടുപോകുന്നത് വളരെ കൃത്യമായിട്ടുള്ള എന്താണ് കച്ചവടക്കാർക്ക് പറ്റത്തില്ല. അതിന്റെ പരസ്യമാണേ വെച്ചോട്ടെ, അവരുടെ ഒരു സ്പോൺസേർഡ് ബൈനാണെന്നും അതിനപ്പുറം അവിടെ കൊട്ടേഷനും കച്ചവടവും നടക്കാത്ത രീതിയിലുള്ള സ്പോൺസർമാരെ അനുവദിക്കണം. അതിന്റെ അർത്ഥം സ്പോൺസർമാരെ അവിടെ കയറ്റണമെന്നല്ല, അവിടെ കയറ്റുക പോലും വേണ്ട, പക്ഷെ അവരിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ആൻഡ് കൈൻഡ് അവിടെ കൊണ്ടുവരാനുള്ള അവസരം കൊടുക്കണം. കാര്യം ഏതെങ്കിലും ഭക്തന്മാർക്കോ സ്ഥാപനങ്ങൾക്കോ ശബരിമലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ സത്യസന്ധമായി ചെയ്യണമെന്നുള്ളവരുടെ അവസരം കൂടി ഇല്ലാതാക്കരുത്. ആ രീതിയിലേക്ക് ഒന്ന് റീവർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എലിയെ പിടിക്കാൻ ഇല്ലം ചുടുകയല്ല ചെയ്യുന്നത്, എലി കയറാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതങ്ങനെ ആയിരിക്കും നമ്മൾ സിസ്റ്റത്തെ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ജയകുമാർ IAS അവർകളോടാണ് ഈ അഭ്യർത്ഥന. രണ്ട് അഭ്യർത്ഥനയാണുള്ളത്. ഒന്ന്, താങ്കൾ വിചാരിച്ചാൽ, സാർ വിചാരിച്ചാൽ ഇത് കഴിയും, അവിടെ ഒരു ശുദ്ധീകരണം ഇനിയിപ്പോൾ മെയ് കഴിഞ്ഞല്ലോ, മകരവിളക്കിന്ന് കഴിയുമല്ലോ, കഴിഞ്ഞാൽ അടുത്തൊരു 2-3-5-6 മാസക്കാലം ചെയ്യേണ്ടത് അതിന്റെ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ശുദ്ധീകരണമാണ്. മറ്റത് പോട്ടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്ത്രി അല്ലെങ്കിൽ പോറ്റി മേൽശാന്തി ആ ടീമാണ്. അതേസമയം അഡ്മിനിസ്ട്രേറ്റീവ് പരമായ കൃത്യമായ ഒരു ശുദ്ധീകരണം നടക്കണം. വളരെ സത്യസന്ധരായിട്ടുള്ള ആളുകൾ മാത്രമേ ശബരിമലയിൽ പോലുള്ള ക്ഷേത്രങ്ങളിൽ ഡ്യൂട്ടി ചെയ്യാൻ പാടുള്ളൂ. ഒരു കാര്യം കൂടെ ദേവസ്വം ബോർഡിൽ നിയമം വരേണ്ടതുണ്ട്. ദേവസ്വം ബോർഡ് എംപ്ലോയീസിന്റെ സ്വത്ത് വിവരം കൃത്യമായി രേഖപ്പെടുത്തണം കമ്പ്യൂട്ടറിൽ. എല്ലാ മാസവും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ, എല്ലാ മാസവും വേണ്ട, ഒരു പണി വരും, 6 മാസം കൂടുമ്പോൾ സ്വത്ത് വിവരം അപ്ലോഡ് ചെയ്യണം. ക്ഷേത്രത്തിലെ പൂജാരികളുടെയും മറ്റുള്ളവരുടെയും സ്വത്ത് വിവരം കൃത്യമായി അത് പൂജാരികളുടെ പിന്നും വിടാം, അവർ കുടുംബപരമായിട്ടൊക്കെ സ്വത്തുള്ളവർ പോട്ടെ. മറ്റത് സർക്കാർ ഉദ്യോഗസ്ഥർ, ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ പിന്നെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ, PSC ദേവസ്വം ഓഫീസിലിരിക്കുന്നവർ പറഞ്ഞില്ലെങ്കിൽ പോലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഓഫീസർമാരുടെ ശമ്പളവും അത് അവരുടെ വരുമാനവും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റം കൂടി വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റം കൂടി കൊണ്ടുവരണം. അപ്പോൾ ഇതെല്ലാം ഇന്ന് കഴിഞ്ഞാൽ ജയകുമാർ IAS അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നലെ ഒരുത്തൻ അഭിഷേകശിഷ്ട നെയ്യ് അടിച്ചുകൊണ്ട് പോയി, അതിൻ്റെ പൈസ ഒരുപാട് കൊണ്ടുപോയി, അതൊക്കെ പോട്ടെ. പക്ഷേ അതും 65 ലക്ഷം അടിച്ചുകൊണ്ട് പോയ ആളിനെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതൊക്കെ പിടിച്ച് ജയിലിലിടണം, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു കൊണ്ടുവരണം. അങ്ങനെ കുറച്ച് കർശനമായ നിയമങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴാണ് ശബരിമല ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുന്നത്. അത് വളരെ കൃത്യമായി നടക്കണം. എന്തായാലും SITയുടെ തീരുമാനത്തിൽ ഇതുമൊക്കെ വരും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വാജീവാഹനത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ മറ്റ് പിന്നെ അഷ്ടപാലക വിഗ്രഹങ്ങളുടെ കാര്യം, ഇതെല്ലാം ഇപ്പം അന്വേഷണത്തിൽ വരികയാണ്. അപ്പോൾ LDFന്റെ കാലം മാത്രത്തിൽ നിൽക്കുന്നില്ല, UDFന്റെ കാലത്തിലേക്കും പോവുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പുള്ള 5 വർഷത്തിലേക്കും കൂടി പോവുകയാണ് കാര്യങ്ങൾ. 15-20 വർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.
അത് 25-30 വർഷമായാലും കുഴപ്പത്തിൻ്റെ പിറകിലോട്ടുള്ള കണക്കെടുത്താലും കുഴപ്പമില്ല. വളരെ കൃത്യമായ ഒരു സോഷ്യൽ ഓഡിറ്റ്, അവിടെ ഒരു റിലീജിയസ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ പേര് വരും, ഒരു റിലീജിയസ് ഓഡിറ്റ് ശബരിമലയിൽ നടക്കണം, എല്ലാ ക്ഷേത്രങ്ങളും നടക്കണം. ആ റിലീജിയസ് ഓഡിറ്റ് ചെയ്യേണ്ടത് വളരെ സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള, ഉന്നതർ എന്ന് പറഞ്ഞാൽ പദവി കൊണ്ടല്ല, പേരും പ്രശസ്തിയും സ്ഥാപിച്ച ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, സത്യസന്ധരായിട്ടുള്ള, വിശ്വാസികളുടെ സമൂഹത്തിലുള്ള, വേണമെങ്കിൽ ആചാര്യന്മാരിൽ നിന്നും സന്യാസിമാരിൽ നിന്നും സ്വാമിമാരിൽ നിന്നും, അവരും ക്ഷേത്രവുമായി എത്ര ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിൽ എല്ലാവരെയും അവരിൽ നിന്നും, അതുപോലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ, റിട്ടയർ ആയവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്, ഒരു കമ്മീഷനെ വയ്ക്കുകയും ആ കമ്മീഷൻ കുറച്ചൊരു വലിയ കമ്മീഷനെ വയ്ക്കണം, ഒരാളോ 2 ആളോ 5 ആളോ അല്ല, ഒരു വലിയൊരു കമ്മിറ്റി വയ്ക്കുകയും എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു റിലീജിയസ് ഓഡിറ്റ്, ഒരു ആചാരപരമായിട്ടുള്ള ഒരു റിച്വൽ ഓഡിറ്റ് എന്ന് പറയാം, ഒരു റിച്വൽ ഓഡിറ്റ്. റിലീജിയസ് എന്ന് പറഞ്ഞാൽ മതമായി പോകും, അതുകൊണ്ട് റിച്വൽ ഓഡിറ്റ്, ഒരു ആചാരപരമായിട്ടുള്ളൊരു ഓഡിറ്റ് നടത്തണം. അങ്ങനെ നടത്തി ഓരോ ക്ഷേത്രങ്ങളുടെയും സ്വത്തിനെ സംബന്ധിച്ചും സ്ഥാവര ജംഗമ സ്വത്തുക്കളെ സംബന്ധിച്ചുമൊക്കെ വളരെ കൃത്യമായൊരു ഡോക്യുമെൻറ്റേഷൻ നടക്കണം. അതുപോലെ ഈ കള്ളന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം, അവരുടെ സേവന വേതന വ്യവസ്ഥകൾ കാലാനുസൃതമാണെങ്കിൽ അത് പുതുക്കണം. അങ്ങനെ പുതുക്കി വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മലബാർ ദേവസ്വത്തിന് എത്രയോ ആളുകൾക്കാണ് ശമ്പളവും മറ്റു കാര്യങ്ങളും DA ഒക്കെ മുടങ്ങി കിടക്കുന്നത്. ഒരുപാട് ദിവസം ഒരുവിധം മാന്യമായി എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്നാണ് വലിയ പരാതികൾ പോകാതെ. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ദേവസ്വത്തിൻ്റെ പാക്കേജും വരുമായിരിക്കും. ഇനിയിപ്പോൾ ഈ ഗവൺമെൻറ്റിന് അതിന് സമയമില്ല. പക്ഷേ ജയമർ IAS അവർക്ക് ഇതിൽ പല കാര്യങ്ങളിലും കമ്മീഷൻ വെച്ചും സിറ്റിംഗ് നടത്തിയും കൺസൾട്ടേഷൻ വർക്ക്ഷോപ്പ് നടത്തിയും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾക്കൊരു സൂചന വ്യക്തിപരമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും അതുപോലെ തന്നെ അടുത്ത സീസണിലേക്ക് ഈ ശബരിമലയിലേക്ക് പോകുന്ന ആളുകളുടെ വീടുകളിൽ കേന്ദ്രീകരിച്ചുള്ള ചില ക്യാമ്പയിനുകളും കാര്യങ്ങളും, ഹരിത ശബരിമല അല്ലെങ്കിൽ ഗ്രീൻ ആയിട്ടുള്ള ശബരിമലയെ നിലനിർത്തുന്നതിനുള്ള ചില ആക്ടിവിറ്റീസും കൂടെ എടുക്കുന്ന ഒരു പ്രോജക്റ്റുകൾ കൂടി. അപ്പോൾ അടുത്ത സീസൺ 2-3 ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കണം. അത് ഇതിപ്പോൾ മകരവിളക്കിന് അടച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സാണ്. എല്ലാ ഉദ്യോഗസ്ഥരെയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ മാത്രമേ ശബരിമലയിലും ക്ഷേത്രങ്ങളിൽ വയ്ക്കൂ. കള്ളന്മാരെ പിടിച്ചിരിക്കും, നിർബന്ധം, അവരെ പിടിച്ച് ജയിലിലിടും എന്നുള്ള, അല്ല വെറുതെ സസ്പെൻഡ് ചെയ്യുന്നു, 6 മാസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരുന്നു, ആ ഒരു കൺസെപ്റ്റ് അല്ല വേണ്ടത്. എന്തായാലും ജയകുമാർ വന്നിട്ടും ശബരിമല രക്ഷപ്പെടുന്നില്ലയോ എന്ന സംശയം പൊതുവായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണ് ശബരിമലയെ രക്ഷിക്കുക? ഈ ക്ഷേത്ര സ്വത്തുകളെയും ക്ഷേത്രങ്ങളെയും ആര് സംരക്ഷിക്കും? ദൈവങ്ങൾ നേരിട്ടിറങ്ങി വരേണ്ടതുണ്ടോ?